ഹായ് ഫ്രണ്ട്സ്, ഇന്ന് മറ്റൊരു ട്രാവൽ വ്ലോഗാണ്. നമ്മുടെ പൊന്മുടിയിലേക്കുള്ള യാത്ര. നനുത്ത മൂടൽ മഞ്ഞും ഇടയ്ക്കിടയ്ക്കുള്ള ചാറ്റൽ മഴയും 22 ഹെയർ പിൻ വളവുകളും ഒരു ട്രാവൽ വൈബിന് പറ്റിയ മൂഡ് തന്നെയാണ് അല്ലേ? ഒരാൾക്ക് ചില്ലാകാൻ ഇതിനപ്പുറം ഒന്നും വേണ്ട തന്നെ. അതെ, മറ്റൊരു ട്രാവൽ വ്ലോഗ് തുടങ്ങുകയാണ്. സ്ക്രീനിൽ കാണുന്നത് പോലെയല്ല, മലനിരകളും തേയിലത്തോട്ടങ്ങളും കുളിർമഞ്ഞും മഴയുടെ നനുത്ത സംഗീതവും എല്ലാം ആസ്വദിച്ചുകൊണ്ട് ഒരു യാത്ര. ഊട്ടിയോ കൊടൈക്കനാലോ ഒന്നുമല്ല, നമ്മുടെ തിരുവനന്തപുരത്തിൻ്റെ സ്വന്തം അഹങ്കാരമായ പൊന്മുടി. സദാസമയവും മൂടൽ മഞ്ഞിനാൽ തഴുകുന്ന മലനിരകൾ, അത് നമ്മുടെ പൊന്മുടിയിലെ പറഞ്ഞറിയിക്കാനാവാത്ത ഒരു ഭംഗി തന്നെയാണ്. പൊന്മുടി എന്നത് തിരുവനന്തപുരം ജില്ലയിലെ ഒരു സുന്ദരമായ മലയോര വിനോദസഞ്ചാര കേന്ദ്രമാണ്. ഇത് സമുദ്രനിരപ്പിൽ നിന്നും 1100 മീറ്റർ ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. 22 ഹെയർ പിൻ വളവുകളുള്ള റോഡ് വർഷത്തിൽ എപ്പോഴും സന്ദർശിക്കാൻ പറ്റിയ സമയവുമാണ്. ഓരോ സീസണിലും ഓരോ ഭംഗി ആസ്വദിക്കാൻ കഴിയും. എന്നാലും മൺസൂണും ശീതകാലവും സൂപ്പർ വൈബ് തന്നെയാണ് ഇവിടെ നൽകുന്നത്. മലദൈവങ്ങൾ പൊന്നുപോലെ സൂക്ഷിക്കുന്ന, അല്ലെങ്കിൽ മലദൈവങ്ങൾ പൊന്നു സൂക്ഷിക്കുന്ന മല ആയതിനാലാണ് പൊന്മുടി എന്ന പേര് വന്നത് എന്നാണ് ഇവിടുത്തെ കാണിക്കാരായ ആദിവാസികൾ വിശ്വസിക്കുന്നത്. എന്നാൽ പുരാതന കാലത്തുണ്ടായിരുന്ന ബൗദ്ധരും ജൈനരും തങ്ങളുടെ ദേവനെ പൊന്നൈരി ദേവൻ എന്ന് വിളിച്ചെന്നും അവിടെ നിന്നാണ് ഈ മലയ്ക്ക് പൊന്മുടി എന്ന പേര് വന്നതെന്നും അറിയപ്പെടുന്നു. പേര് എങ്ങനെ തന്നെ ആയാലും, എങ്ങനെ അത് ഉത്ഭവിച്ചാലും, പ്രകൃതിയുടെ സൗന്ദര്യം അത് പറഞ്ഞറിയിക്കാനാവാത്തത് തന്നെയാണ്. പൊന്മുടിയിലേക്കുള്ള യാത്രയിലുള്ള ഇടത്താവളമാണ് കല്ലാർ. പൊന്മുടിയുടെ മലനിരകളിൽ നിന്നും ഉത്ഭവിക്കുന്ന കല്ലാർ സമതലങ്ങളിലേക്ക് പ്രവേശിക്കുന്ന ഇടമാണിത്. റോഡരികിൽ നിന്നും കുറച്ചകലെയായി മീൻമുട്ടി വെള്ളച്ചാട്ടമുണ്ട്. കല്ലാറിൻ്റെ തീരം ചേർന്നുള്ള നടപ്പാതയിലൂടെ 1 കിലോമീറ്റർ നടന്ന് പുഴ മുറിച്ച് കടന്നാൽ വെള്ളച്ചാട്ടവും കാണാം. ഇവിടെ ഒട്ടേറെ സുഖവാത്ര കേന്ദ്രങ്ങളുമുണ്ട്. വർഷം മുഴുവൻ ആസ്വദിക്കാൻ കഴിയുന്ന ഒരു സ്ഥലം കൂടിയാണ് പൊന്മുടി. ഓരോ ദിവസവും ഓരോ ഭംഗി തരുന്ന ഒരു സ്ഥലം. നമ്മുടെ ഏത് ദുഃഖങ്ങളും മറക്കാനും അവിടെ വന്ന് ആസ്വദിച്ചാൽ മാത്രം മതിയാകും. വസന്തകാലത്ത് പൂക്കുന്ന പൂക്കൾ മുതൽ മഴക്കാലത്ത് വെള്ളച്ചാട്ടം, ശൈത്യകാലത്ത് വരുന്ന മൂടൽമഞ്ഞുള്ള പ്രകൃതി ദൃശ്യങ്ങൾ വരെ ഓരോ സീസണും അതിൻ്റേതായ നനുത്ത സ്പർശം നമുക്ക് നൽകുന്നുണ്ട്. സാഹസികത ഇഷ്ടപ്പെടുന്നവർക്കായി ട്രെക്കിങ്ങും ഹൈക്കിങ്ങും എല്ലാം തന്നെ ഇവിടെയുണ്ട്. നിങ്ങൾ ഒരിക്കലെങ്കിലും ഈ യാത്രയൊക്കെ ഒന്ന് ആസ്വദിച്ചു വരിക. നിങ്ങൾക്ക് ഏറെ ഇഷ്ടമാവുന്ന ഒന്ന് തന്നെയാണ് ഇവിടേക്കുള്ള യാത്ര. യാത്രകൾ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ഒരു നാൾ ഇവിടേക്കും വരിക. ഒരിക്കലും നിങ്ങളുടെ സമയം വെറുതെ ആവില്ല, അത് ഉറപ്പ് തന്നെയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ മുഴുവനായും കാണുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.